Hello folks, welcome back to my YouTube and welcome back to another video. So this video is all about will I be able to make it to my home? അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് വീഡിയോ. അതായത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ. പക്ഷേ അത് 3 തവണ റീഷെഡ്യൂളായി. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഫൈനലി ക്യാൻസലായി. വേണമെങ്കിൽ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ലൈക്ക് അങ്ങനെ പെർച്ചേസൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻലി അമ്മൂമ്മക്കൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ വാസ് ലൈക്ക് അമ്മൂമ്മ അങ്ങനെ മീൻ ചെയ്ത് പറഞ്ഞതല്ല. ഇപ്പോൾ അമ്മൂമ്മേനെ എനിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുള്ള വേറെ ആരെങ്കിലും വീട്ടിലുണ്ടാവേണ്ടി വരും. അപ്പോൾ ദാറ്റ്സ് ഹൗ ഐ വിൽ ബി ഏബിൾ ടു കോൺടാക്ട് അമ്മൂമ്മ. അപ്പോൾ ഞാൻ തമാശ വരെ പറയാറുണ്ടായിരുന്നു എനിക്കും വേണമായിരുന്നു അങ്ങനത്തെ ഒരു ഫോൺ എന്നൊക്കെ ഇപ്പോഴും പറയായിരുന്നു. ബട്ട് എന്താ പറയുക, ലൈക്ക് അമ്മൂമ്മ അത് മീൻ ചെയ്തിട്ടില്ല. അമ്മൂമ്മ ഷി വാസ് നോട്ട് എക്സ്പെക്ടിങ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ അമ്മൂമ്മക്കൊരു ഫോൺ വാങ്ങി. പിന്നെ അങ്ങനെ ചെറിയ ലൈക്ക് നോ ഗ്രാൻഡ് പർച്ചേസ്, ചെറിയ കാശിനുള്ള ലൈക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. സോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നാളെയാണ് എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, അത് ക്യാൻസലായി. ബാഗ് ഫുള്ളി പാക്ഡ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെ ഫൈനലി ടിക്കറ്റ് എടുത്തു. എന്താ പറയുക, ചെറിയ റേറ്റിനൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം. ലാസ്റ്റ് എത്തിഹാദിൽ ടിക്കറ്റ് എടുത്തു. അതായത് ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് എത്തിഹാദിൽ പോവും. എന്നിട്ട് അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് മംഗലാപുരത്തേക്ക് വേറെ ഫ്ലൈറ്റ് ഇൻഡിഗോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ക്യാൻസലായിട്ടില്ലെങ്കിൽ, എത്തിഹാദ് ക്യാൻസലാവുമെന്ന് അറിയില്ല, ക്യാൻസലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. സോ അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെയാണ് ഫ്ലൈറ്റ്. വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നുള്ളൊരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഐ വിൽ ഹാവ് ടു ലീവ് സമൺ ബിഹൈൻഡ് ഇൻ ദുബായ്. സോ അതിൻ്റെ ഒരു വിഷമമുണ്ട്. സോ രണ്ടും കൂടി ഒരു മിക്സ്ഡ് ഇമോഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെ എന്തായാലും നാട്ടിൽ പോയേ പറ്റുള്ളൂ, പോയി വരാം. സോ ദാറ്റ്സ് ഇറ്റ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതായത് അന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസലാവുന്നതിന് തലേദിവസം തന്നെ മൊത്തം ഫുൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം യൂസ് ചെയ്ത ഡ്രസ്സ് മാത്രമാണ് ഇനി അലക്കിയിട്ട് അലക്കിയിട്ട് കൊണ്ടുപോകാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൾ ഡൺ സോ ഫാർ. ഇനി ഫ്ലൈറ്റ് ക്യാൻസലാവില്ല എന്ന് വിചാരിക്കാം. ക്യാൻസലാവുമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ വോണ്ട് ബി ഏബിൾ ടു ഗോ ഹോം. ലൈക്ക് ഇനി ക്യാൻസലായി ഞാൻ ഇനി വീണ്ടും റീബുക്ക് ചെയ്യാൻ നിൽക്കില്ല. ഇവിടെ തന്നെ എങ്ങനെയും ഒരു മാസം ഒപ്പിക്കും. സോ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇറങ്ങുവാണ്. ബാഗെല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ എയർപോർട്ട് എത്തി. ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു 3 മണിക്കൂർ മുന്നേ എത്തി ഇവിടെ. ലൈക്ക് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 3 മണിക്കൂർ ഇവിടെ പോസ്റ്റാണ് ഇതിനകത്ത്. അപ്പോൾ ദിസ് ഈസ് വൺ തിങ് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട് ട്രാവലിംഗ് ബൈ എയർ. ട്രാവലിംഗ് ബൈ എയർ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആകെപ്പോലെ ഇതെൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. ഡൊമസ്റ്റിക് എനിക്ക് ഒരു മാക്സിമം ഒരു 3 ടൈംസേ ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും ബൈ എയർ ട്രാവൽ ചെയ്യുന്നത് ഒരു ഫാൻറ്റസി പോലെ തന്നെയാണ്. എയർപ്ലെയിൻ കാണുന്നതും എയർപോർട്ട് കാണുന്നതും എല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താ പറയുക, എവറി ടൈം ഐ ഫീൽ ലൈക്ക് ഐ എം സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ആണ് എയർപോർട്ടിലേക്ക് പിക്കാൻ വരുന്നത്. അമ്മൂമ്മക്കും ഇപ്പോഴും സർപ്രൈസാണ്. ദേ ഡോണ്ട് നോ ദാറ്റ് ഐ എം കമ്മിങ്. അമ്മ വിളിച്ചിട്ട് ഡെയിലി പറയാണ് നാട്ടിലേക്ക് വാ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ വരാൻ പറ്റില്ല, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, എന്തായാലും ഇപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചതേ ഉള്ളൂ. ഇവിടുന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഫ്ലൈറ്റിൽ എന്തായാലും ഉണ്ട്, ഫ്ലൈറ്റിൽ ഫുഡുണ്ട്, എന്തോ ഫുഡുണ്ട്, അറിയില്ല എന്താണ്. സോ ഇത് കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക്കിലും എന്തോ ചെറിയൊരു സ്നാക്ക് ഉണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തായാലും അമ്മ എന്താ ഉണ്ടാക്കുന്നറിയില്ല. ഞാൻ വരുന്നത് പറഞ്ഞിരുന്നത് ചിലപ്പോൾ എന്തായാലും നല്ല ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് നോ, വാട്ട് എവർ, ലൈക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്തും നമുക്ക് അടിപൊളി ഫുഡ് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഹെവി കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്, ദാറ്റ്സ് ഇറ്റ്.
ഫൈനലി ഹൈദരാബാദ് എത്തി. എന്താ പറയുക, ഇവിടുത്തെ ഇമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ ആക്ച്വലി സെപ്പറേറ്റ് ബുക്ക് ചെയ്തതാണ്, ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയമേ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. അതായത് അപ്പുറത്തുനിന്ന് ലഗേജ് എടുത്തിട്ട് ഇപ്പുറത്ത് വന്നു. അപ്പോൾ അവിടെ എൻ്റെ ലഗേജ് 25 kg ആയിരുന്നു. 25 kg വരെ അപ് ടു 25 kg ആയിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും അത് 20 kg ആണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളൊക്കെ ചെയ്ത് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഇവിടുത്തെ ചെക്കിനും കഴിഞ്ഞു, ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 4 മണിയായി രാവിലെ. എന്താ പറയുക, 5:25 5:35 ഫ്ലൈറ്റ്. 4:40 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. സോ യെസ്, ഐ എം ഓൾമോസ്റ്റ് 4 മണി, ഓൾമോസ്റ്റ് 5 hours away ഫ്രം മൈ ഹോം. കുറച്ച് ടയേർഡായി ആക്ച്വലി. എന്താ പറയുക, ഈ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തപ്പോൾ. ഭാഗ്യത്തിന് അവിടെ ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഇതിൻ്റെ എൻട്രൻസിൽ വെയിങ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാനതിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഇട്ടിട്ട് കാര്യം ഓക്കെ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ സെക്യൂരിറ്റി ചെക്കിൻ സമയത്തും എൻ്റെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ഇൻ കോഫി പൗഡർ ഉണ്ടായിരുന്നു. കോഫി പൗഡർ 2 ബോട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. പിന്നെ ഒരു ക്യാമറ ലെൻസ് ഉണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിച്ചു. പിന്നെ ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് പ്രശ്നമായിരുന്നു. വേറെ എന്തൊക്കെയോ അവർക്ക് പ്രശ്നമായിരുന്നു. എല്ലാം എടുത്ത് കാണിച്ച് കൊടുക്കേണ്ടി വന്നു. പിന്നെ കുറേ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. സോ ദാറ്റ് ഈസ് ഇറ്റ്. എത്തിഹാദിലെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി അത്രയും വലിയ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ ഇതുവരെ ഇൻ്റർനാഷണൽ ആവട്ടെ ഡൊമസ്റ്റിക് ആവട്ടെ ഇൻഡിഗോ തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എത്തിഹാദ് ലൈക്ക് സം ഫ്ലൈറ്റ് അതർ ദാൻ ഇൻഡിഗോ ഫ്ലൈ ചെയ്യുന്നത്. സോ അടിപൊളിയായിരുന്നു. സിനിമ ഉണ്ടായിരുന്നു. ഞാൻ തുടരും സിനിമ കണ്ടു. കറക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മൂവി കഴിഞ്ഞു. സോ അങ്ങനെ ടൈം പോയത് അത്ര അറിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഫുഡ് വന്നു, ഫുഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആൽക്കഹോൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുടിച്ചില്ല. പിന്നെ ദർ ഈസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ഹൈദരാബാദ്. ഞാൻ ഇതിനു മുമ്പ് ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദ് വന്നപ്പോഴാണ്. പിന്നെ ഇപ്പം ഇത് ട്രാവൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഈ വ്ളോഗിലും എന്താ പറയുക, ഈ വ്ളോഗിലും ഹൈദരാബാദ് കണക്ഷൻ ഉണ്ട്. ഞാൻ ഹൈദരാബാദ് ത്രൂ ആണ് പോകുന്നത്. സോ ഞാൻ ചെയ്തിട്ടുള്ള 2 ട്രാവൽ വ്ളോഗ്സിലും ഹൈദരാബാദ് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഹൈദരാബാദ് വന്നപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഹൈദരാബാദ്. പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ടു ദ എക്സ്റ്റെൻറ്റ് ഞാൻ എക്സ്പ്ലോർ ആക്കിയെടുത്തോളം അടിപൊളിയായിരുന്നു. സോളോ ട്രിപ്പായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. പിന്നെ കുറച്ച് ഡ്രൈ ആണ് ഏരിയ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. അങ്ങനെ മംഗലാപുരത്തെത്തി. എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, വിനോദേട്ടൻ. കപ്പൽ മുതലാളിയാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി മംഗലാപുരത്തേക്ക് എത്തി. എന്താ പറയുക, ഫ്ലൈറ്റിൽ വിനോദേട്ടനെ കിട്ടിയതുകൊണ്ട് ഫുള്ള് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞിട്ടില്ല. അതായത് പുള്ളി കപ്പലിലാണ്. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കപ്പൽ റിലേറ്റഡ് കാര്യങ്ങൾ, അവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി എല്ലാം ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് അങ്ങനെ നമ്മൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല ആക്ച്വലി. പുള്ളിക്ക് ഞാനൊരു ബേർഡനായിരുന്നോ ഒരു റിലീഫായിരുന്നോ എന്നറിയില്ല. എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഇതുവരെ ഈ ഭാഗത്തെത്തിയിട്ടില്ല. 20 മിനിറ്റിൽ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കൺസിഡർ ചെയ്യാം. എൻ്റെ ബലമായ സംശയം നേരത്തെ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് വിട്ടിച്ചാന്നാണ്. കുറേ സമയമായി. എൻ്റെ അമ്മേ.
രക്ഷ. അവരെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഹലോ കുഞ്ഞുണ്ടേ. ഉള്ളിക്കേറ്റ് കരയുന്നുണ്ട് അമ്മ. ഇന്നലെ ഫുൾ ട്രാവലിംഗ് ആയതുകൊണ്ട് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ തന്നെ കുളിച്ച് ഫുഡും കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ടിപ്പോൾ ഈവനിങ് ആണ് എണീക്കുന്നത്. എന്താ പറയുക, നല്ല എന്താ പറയണ്ടേ, യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഉറക്കം കിട്ടി. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടുണ്ട്. എൻ്റെ റൂമിലാണ് AC ഇല്ല. അപ്പോൾ ഞാൻ ലിറ്ററലി വേർക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ മാനേജ് ചെയ്യാമെന്നറിയില്ല. എങ്ങനെയും മാനേജ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പോയ തക്കം നോക്കി അമ്മ എൻ്റെ റൂം ഒരു വെയർ ഹൗസ് ആക്കി. ഈ സ്റ്റാൻഡ് എൻ്റെതല്ല, ഈ സ്റ്റാൻഡിൽ കാണുന്ന സാധനങ്ങളും എൻ്റെതല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബെഡ്ഷീറ്റ്, കംഫർട്ട്. പിന്നെ എൻ്റെ ഈ അലമാരയിൽ ഓൾമോസ്റ്റ് 80% സാധനങ്ങളും ഇപ്പോൾ അമ്മേൻ്റെയാണ്. എൻ്റെ തന്നെ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എടുത്ത് നാളെ ഇതൊക്കെ എടുത്ത് ഫുള്ള് അമ്മേൻ്റെ റൂമിൽ തിരിച്ച് കൊണ്ടുവെക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗിൽ പ്രോബബ്ലി വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരും. സോ ടിൽ ദെൻ ബൈ.